മകരജ്യോതി ദർശനത്തിനായി 100 കണക്കിന് അയ്യപ്പ ഭക്തരാണ് പുല്ലുമേട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവർക്ക് മകരജ്യോതി കാണാൻ അനുയോജ്യമായ സ്ഥലത്ത് വളരെ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അവർ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഭജനയിലൂടെ അവർ ഈ മകരജ്യോതി കാണുന്നതിനുള്ള കാത്തിരിപ്പിലാണ്. നമുക്കറിയാം, മുൻവർഷങ്ങളിലൊക്കെ പലപ്പോഴും പുല്ലുമേട്ടിൽ നിന്ന് മകരജ്യോതി കാണുന്നതിന് ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് കോടമഞ്ഞ് ഇറങ്ങിയാൽ മകരജ്യോതി ദർശനം സാധ്യമാകാറില്ല. പക്ഷേ ഇന്ന് വളരെ തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായി ഇവിടെ നിന്ന് മകരജ്യോതി ദർശിച്ച് മടങ്ങാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് അയ്യപ്പ ഭക്തന്മാർ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ അല്പം തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. 2 മണിക്ക് ശേഷം തീർത്ഥാടകരെ കയറ്റിവിട്ടിട്ടില്ല. സത്രത്തിൽ നിന്ന് 1 മണിക്ക് ശേഷം തീർത്ഥാടകരെ കയറ്റിവിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ കുറവുണ്ട്. എങ്കിലും എത്തിയവർ വളരെ ഭക്തിസാന്ദ്രമായി മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുകയാണ്. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു മകരജ്യോതി ദർശനം, അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് പോലീസും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഒരുക്കിയിരിക്കുന്നത്. ചില നിയന്ത്രണങ്ങൾ മകരജ്യോതി ദർശനത്തിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങുന്ന തീർത്ഥാടകർക്ക് നൽകിയിട്ടുണ്ട്. ആരെയും വീണ്ടും സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകാൻ അനുവദിക്കില്ല. പകരം ഇവിടെ നിന്ന് കോഴിക്കാനം വഴി വള്ളക്കടവിലൂടെ വണ്ടിപ്പെരിയാറിലെത്തി അവിടെ നിന്ന് വാഹനത്തിൽ അവരുടെ നാടുകളിലേക്ക് മടങ്ങണം എന്നുള്ളതാണ് നിർദ്ദേശം. മുൻവർഷങ്ങളേതുപോലെ തന്നെ ഈ വർഷവും പുല്ലുമേട്ടിൽ എത്തിയിരിക്കുന്നത് കൂടുതലും ഇതര സംസ്ഥാനത്ത് നിന്നുള്ള അയ്യപ്പ തീർത്ഥാടകരാണ്. അവർക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു മകരജ്യോതി ദർശനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഭാഗത്താണ്, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ആ ഭാഗത്താണ് മകരജ്യോതി തെളിയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. ഏറ്റവും മനോഹരമായി തന്നെ മകരജ്യോതി ദർശനം ഇവിടെ നിന്ന് സാധ്യമാകും എന്ന പ്രതീക്ഷയിലാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ അയ്യപ്പ ഭക്തനും.